Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000. കാലൊന്ന് മടങ്ങി ഇവിടെ. അയ്യോ നോക്കട്ടെ. കുഴപ്പമില്ലെന്നാ ഞരമ്പെല്ലാം കൂടെ ഉളിക്ക് ഒരു വല്ലാത്ത വേണ്ട. ഏതാണ് പിള്ളേരൊക്കെ കണ്ട പിള്ളേരുടെ കുഴപ്പം എന്റെ പിള്ളേരല്ലേ ഈ ഒന്നാമതാണ് കയറ്റം കയറിയപ്പാണ് ഉളിക്കിയത്. ഇത് നേരെ പിടിച്ച് വിട്ടില്ലെങ്കിൽ അവസ്ഥ നീരടിച്ച് ഇല്ലാതായി പോകട്ടെ. ഇങ്ങോട്ട് അങ്ങ് നീരടിക്കേണ്ട ഞാൻ അമ്മയെ കൊണ്ട് തടയിച്ചോളന്നേ. എന്നിട്ടാണ് ഈ കാലം അവരെ കയ്യിലിരിക്കുക. ചുമ്മാ നോക്കട്ടെ. എന്ത് നല്ല കാലായിരുന്നു. ജീവിതമാകുന്ന കാലചക്രം ചവിട്ടിക്കേറിയ നല്ല സ്വർണ്ണവർണ്ണ നിറമുള്ള കാലം. ഇപ്പൊ എന്താ ഉടങ്ങി ചുള്ളിക്കാൻ പോലെ ആയി. പിന്നല്ലാണ്ട് ഇങ്ങനെയാണോ? തമാശ പറഞ്ഞല്ലേ. ആർത്തത്തിലൊന്നും അല്ല പിന്നെ ഞാൻ അർത്ഥത്തിൽ പറയാ. നല്ല കാലം. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. എന്ത് രസമായിരുന്നു. കൈ മാറ്റ് കേട്ടാ. കൈ അങ്ങോട്ട് കേറി പോണ്ട്. നീ ഒന്ന് അടങ്ങണേ ഇങ്ങോട്ട്. നിങ്ങൾ ആദ്യം അടങ്ങിയിരിക്കും. റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴാണ് അവള് എനിക്ക് ഓർമ്മ വേണ്ട. നീ ഈ കാലിൽ പണ്ട് നല്ല സ്വർണ്ണ പുലിസൊക്കെ ആയിട്ട് നല്ല കസവുള്ള പച്ച നല്ല പട്ട് പാവാട ബ്ലൗസ് കെട്ടി തൊടിയിലൂടെ ഇങ്ങനെ ഓടി ഇറങ്ങണം ഒരു കൊച്ചു നീലും. സത്യം പറയാം എനിക്ക് അത് ഇഷ്ടം. അപ്പൊ ആ നീലും ഇഷ്ടം. ഇപ്പൊ എന്നെ ഇഷ്ടല്ല. ആ നീലും ഇങ്ങനെ ആയത്. മതി കേട്ടാ. ഇത്ര മതി. റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴാണ് അവളൊരു നിങ്ങളെ പച്ചപ്പാവടയുടെ കഥ ഉണ്ടല്ലോ, അത് കേട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി റൊമാൻറ്റിക് ആണെന്ന്. ദേ വെറുതെ ഇരിക്കണം. ഒരു കാര്യം ചെയ്യും. അച്ഛൻ അവിടെ പറമ്പിലേ എന്തോ നടന്നുണ്ട്, ചെന്ന് സഹായിക്ക്. കുട്ടമ്പളേക്ക് നട്ടതൊന്നും പോരെ. അല്ല ഇപ്പൊ പറഞ്ഞ റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴാണ് അവൾ അച്ഛനെ സഹായിക്കും. അവിടെ അങ്ങനെ ആന ചാമ്പ് ഒക്കെ നട്ട് കിളുത്ത് മതിയായില്ല ഇതുവരെ. കന്നുകൂട്ടി അഴിച്ചോട്ട് പോയെന്തോ. കേശു ഈ കന്നായിരുന്നാ അമ്മ ഇവിടെ ഇരിക്കണോ? അമ്മ എന്തരാ? അമ്മൂമ്മ തിരക്കണം. കേശുവേ, മക്കള് ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണല്ലോ. അച്ഛനെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കണമെന്ന്. ഒന്ന് അടുത്തിരുന്ന് അച്ഛൻ്റെ കഥയൊക്കെ കേട്ട് അതിന് മറുപടിയൊക്കെ പറഞ്ഞേ കുറച്ച് സമയം കൊടുക്ക്. അമ്മ ഇപ്പൊ വരാം കേട്ടോ. ഒന്ന് വിട്ടേ പോലെ എനിക്ക് പണിയുണ്ട്. അച്ഛാ പറഞ്ഞാ എന്തൊക്കെയാണ് പറയളെ? അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടാ എന്നെ സംസാരിക്കാനാടാ. അല്ല നമുക്ക് എന്തെങ്കിലും കഴിച്ചോണ്ട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു. അച്ഛൻ എന്തിനമ്മ? നിന്റെ അച്ഛനല്ലേ എന്നോട് ചോദിക്കണത്? അച്ഛനോട് ഒന്ന് ചോദിക്കും. ചെല്ല്. അമ്മയ്ക്ക് എന്തിന്? ആമാ എന്തോ ചേന ചേമ്പ എന്തൊക്കെ നടണെന്ന് പറഞ്ഞിട്ട്. ഓ അതൊക്കെ കഴിഞ്ഞടാ. അതൊക്കെ അപ്പുറത്തെ പറമ്പിലായിരുന്നു. ഇനി ഈ കാടും പടലും എല്ലാം ഒന്ന് വെട്ടിത്തെളിക്കണം. ബാലു, നീ ഇതൊന്ന് ചെത്തിയേ. ഇങ്ങനെ നേരം വെളുത്ത് ഇതുവരെ ആയിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. അയ്യോ എനിക്കിത് പറ്റൂല. എന്റെ കാല് കയറിക്കൊള്ളു. കഴിഞ്ഞ പ്രാവശ്യം കയറിക്കൊണ്ട് രക്തം വന്നു. അതുകൊണ്ട് നീര് അറിഞ്ഞ വഴക്ക് പറയും. മാമനൊക്കെ പോയി കഴിക്കാനെന്ത് നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ചോണ്ട് പോകും. ഞാൻ ഈ പണിയൊന്ന് തീർത്തോ. എന്തിനാ മാമനെ ശല്യം ചെയ്യണ പറയാണത്? മാമി പോകാൻ അങ്ങോട്ട്. മാമൻ നിന്ന് കളക്കിട്ട്. അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനും ചങ്കാരനെ ചുമ്മാ വിളയെന്ന് ചുറ്റിക്കാണാ വന്നത്. ഓ വിളയൊക്കെ ചുറ്റിക്കാണാ. നീ ആദ്യമായിട്ട് അവിടെ വരുന്നേ? പിടിച്ചില്ല. എന്നിട്ട് തേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോടാ? അതോ കുറവുമല്ലോ ഉണ്ടോ? മാമ നോക്ക് കേക്ക്. ഞാൻ തേക്ക് നോക്കാൻ വന്നല്ല, ഞാൻ പറമ്പ് വെറുതെ നോക്കാൻ വന്നതാണ്. വെറുതെ ഇവൻ തേക്ക് നോക്കാൻ തന്നെ വന്നത്. ഉണ്ടാക്കി പോയി. ഞാനേ തേക്ക് നോക്കി ഇല്ലെന്ന് ഞാൻ പറയണില്ല. പറമ്പ് ഞാൻ ചുറ്റി കഴിഞ്ഞ സമയത്ത് തേക്ക് വെറുതെ നോക്കി. അതിന്റെ അകത്തൊരു പ്ലാവ് നിൽക്കുന്നു എന്റെ തൊട്ടടുത്ത്. ഓ അതിപ്പം കായ്ക്കുന്നൊന്നുമില്ലടാ മാമാ. ഉപകാരം ഇല്ലെങ്കിലേ ആ പ്ലാവിനെ അങ്ങ് വെട്ടിക്കളയണം. ഉപകാരമില്ലാത്ത എന്തുമാത്രം സാധനത്തിന് വളർത്തുന്നത്. ഇങ്ങനെ മാമ അഞ്ഞൂറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അങ്ങനെ പോച്ച പറയും. വെട്ടി എനിക്ക് അറിഞ്ഞൂടെങ്കിലേ പഠിച്ചിട്ട് ചെയ്താൽ മതി. സമയത്ത് ചെയ്താൽ മതി കേട്ടാ. എന്നിട്ട് അപ്പുറത്തെ പറമ്പ് കൂടെ എല്ലാം റെഡിയാക്കണം മാമ. അപ്പൊ നമുക്ക് പ്ലാവ് മുറിക്കാം. നീ ആരെങ്കിലും കൊണ്ടുവന്ന് മുറിപ്പിച്ചോ? മാമ ആളെയൊക്കെ ഞാൻ കൊണ്ടുവരാം. പ്ലാവ് മുറിക്കാം. പക്ഷെ നീരും അറിയുന്നു. അല്ല അവളെ അറിഞ്ഞാൽ ശരിയാവില്ല. പ്രശ്നമാകും. അതങ്ങനെയാണ്. ഇല്ല മാമൻ കൃഷിക്കാര്യങ്ങളെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. വിളിച്ചേ എടി കൊച്ചേ, ഇന്ന് നേരം വെളുത്ത് ഇത്രയും നേരമായിട്ട് ഈ മനുഷ്യന് ഒരു വക കഴിച്ചിട്ടില്ല. അച്ഛാ എന്താ അച്ഛാ ഭക്ഷണം കഴിക്കാണ്ട് പണിയാണ്? ഇനിയിപ്പോ കഴിക്കാം.
ബാക്കി പണിയൊക്കെ ശങ്കരൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ മൊത്തം ഇങ്ങോട്ട് ചെയ്യും അങ്ങോട്ട്. ആ ഇത് നോക്ക്. ആ മാമൻ ചെന്ന് വല്ല ഭക്ഷണം കഴിക്കണം. ഞാൻ പോയി ഓ. എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഇനി. ഓ കഴിക്കണം. ചെല്ലമ്മ നീ വാ. അല്ലേ നല്ലപോലെ എല്ലാം തെളിച്ചിട്ടേക്കണം കേട്ടോ. ശങ്കരനെ നല്ലോണം കളയ്ക്കാൻ അറിയാം. കിളക്കും. ഉഴുത് മറിക്കും. എനിക്കറിഞ്ഞൂടെ. തങ്കച്ചിങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചെയ്ത ശങ്കരണ്ണ എന്താണ് സംഭവം? ഡേയ്, നിനക്ക് ഇവിടെ കളിക്കാനൊന്നും അറിഞ്ഞൂടെ? ഇവിടെ കളയ്ക്കാല എനിക്ക് ഒരിക്കലും ഇവിടെ നിന്ന് കളിക്കാറുണ്ട്. ആ എന്നാ നിനക്ക് കളിക്കറിയാണോ? പിടി പിടി കള കള. അവസരം മൂലാങ്കണല്ലേ. ഞാൻ ചോദിച്ചോണ്ട മറുപടി എന്താ പറയാത്ത? ദേശങ്ങളൊന്നും ഇല്ല നീലു. അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. നീ അങ്ങോട്ടൊന്ന് പോ, മാറില്ലേ. ഞാൻ ചെന്ന് കിടക്കട്ടെ. ഇങ്ങോട്ട് മാറി ചെയ്. കളക്കി കളക്കി. എടേ എന്തായാലും ഒരു പണിയില്ലാതിരിക്കുമല്ലേ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന അപ്പൊ വൃത്തിയാക്കാം, അപ്പോഴും പണിയെടുക്കണം. വലിയ രീതിയിലൊന്നും വൃത്തിയാക്കണ്ട. ആ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ പാവം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ പറഞ്ഞത് വൃത്തിയാക്കാം. വല്ല നിധിയും കിട്ടിയാലോ? കിണ്ടി കിട്ടും. കിണ്ടി ഉണ്ട്. ആന്റി കിണ്ടി. ആന്റി കിണ്ടിയാ? ആന്റി അല്ല, ആന്റി പഴയ കിണ്ടി. ഓ കഴുത, ഞാൻ ആ കിണ്ടിയുടെ കാര്യം അല്ല ഉദ്ദേശിച്ചേ. പിന്നെന്താ, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഞാനേ അവിടെ കുറ്റപ്പെട്ടു. നീ എവിടെ പോണ്? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എടി അവിടെ മൊത്തം അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ സാധനങ്ങളും ആയിരിക്കും. അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ പഴയ സാധനമൊക്കെ ഉണ്ട് അവിടെ. ഉണ്ടാവുമായിരിക്കും. ഒളിച്ചെടുക്കുവോ? വീഴോ? ഇല്ല. ഇതൊക്കെ എന്തുവാ? സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഒന്നും. അമ്മേ, ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള സാധനങ്ങളാണാവോ? നീലിമ കേബിയോ? എന്ത് കേബി? കുട്ടമ്പിള്ള ഭവാനി. ഓ, നീലിമയുടെ പഴയ ബുക്കാ ആയിരിക്കും. ഡയറിയാ. ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഇത് എടി 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 ഒരു സാധനം കിട്ടി. ലവ് ലെറ്റർ. ലവ് ലെറ്ററാ? എടി ആന്നടി ലവ് ലെറ്റർ. നല്ല ഹോൾമാർക്ക് 916 ലവ് ലെറ്റർ. ബാലുവിന്. അമ്മ എഴുതിയതായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ. എന്റെ പൊന്നെ. ഇത് എനിക്കൊന്നും ബാലുവെച്ചെന്നെ കിട്ടിയിട്ടില്ല. ശരിയായിരിക്കും. അച്ഛനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലെറ്റർ ഇവിടെ ഇരിക്കില്ലല്ലോ. വേറെ ഇല്ലണ്ടോ? അതെ, എന്തായാലും ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുവല്ലേ. കമോൺ, ലെറ്റ്സ് ഹാവ് സം ഫൺ. ഓക്കേ. ഏയ് ദീപൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഏയ് ഞാൻ വരും ഓഫീസിലേക്ക്. അതിവിടെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വന്നതാ. ഒന്നുമില്ല, ഇടയ്ക്ക് വരലുണ്ടല്ലോ എല്ലാവരും കൂടെ വന്ന് തുറന്നിട്ടൊക്കെ പോവല്ലോ. ഞാൻ പിന്നെ വിളിക്കാന്നാ. എന്ത്? ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് നിൽക്കണം എന്തൊരു? ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ? ഞങ്ങളൊരു ഡയലോഗ് പറയാം. അത് ഏത് സിനിമയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലാണോ എന്നൊന്ന് പറഞ്ഞു തരണം. സിനിമ ഞാനങ്ങനെ കാണില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാനാ? അന്നേരം അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല ബുക്കൊക്കെ വായിച്ച ബുക്കാണെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ പറയാവേ. അത് എന്റെ പറമ്പിലെ തേക്കുകൾക്കും പ്ലാവുകൾക്കും മറ്റു വൃക്ഷങ്ങൾക്കും ഇടയിലൂടെ നിന്റെ കൈ പിടിച്ച് നടക്കണം എന്നാണ് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഓ, ഇത് വല്ല പിള്ളേരും എഴുതിയ പൈങ്കിളി പ്രേമലേഖനം ആയിരിക്കുള്ളൂ. ഇത് ചോദിക്കാനാണ് വന്നത് കഷ്ടപ്പെട്ട്. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർ. നിനക്ക് എന്ത് പറ്റുന്നില്ലമ്മ? ഈ വേട് നിനക്ക് എവിടെന്നാ കിട്ടിയേ? അത് നീലമ്മ പറഞ്ഞാലേ ഏതെങ്കിലും കൊച്ചു പിള്ളേർ എഴുതിയ ലവ് ലെറ്ററിന് കിട്ടിയായിരിക്കും അല്ലേടി? ആ കുട്ടിയുടെ പേര് നീലിമ. ഡേറ്റ് ഒന്നും എഴുതാത്തത് കൊണ്ട് ഏത് വർഷം എഴുതിയെന്ന് അറിയാൻ പാടില്ല. കളിക്കല്ലേ? കളിക്കും. ഈ ലെറ്റർ എവിടെന്നാ കിട്ടിയത് നിനക്ക്? അത് ഞങ്ങൾ ആ റൂമിൽ ഇങ്ങനെ പരതിക്കൊണ്ടിരുന്നപ്പം കിട്ടിയല്ലേ? മൊത്തം വായിച്ചായിരുന്നോ? പെണ്ണില്ലേ, നല്ല ഒന്നാം തരം ലവ് ലെറ്റർ കൈ കിട്ടിട്ട് വായിക്കാതിരിക്കും ആരെങ്കിലും? ഞങ്ങളുടെ കയ്യില് സേഫ് ആണ്. അല്ല, ഈ ലെറ്റർ സത്യം പറഞ്ഞാ ഞാനിങ്ങനെ നിങ്ങൾ അച്ഛൻ ആദ്യമായിട്ട് എഴുതിയ ലവ് ലെറ്ററാ. പക്ഷെ ഞാൻ മൊത്തം എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കിയപ്പോഴേ
പോരാ. ഈ ആര് പറഞ്ഞു? ഇത് അടിപൊളി ലവ് ലെറ്റർ. ഇത് എന്തായാലും ബാലുച്ചിന് കൊടുക്കണം. അയ്യോ, ഇത് ബാലുവിന് കൊടുക്കല്ലേ? കൊച്ചേ കളിക്കല്ലേ, എന്റെ കൈ നടി വാങ്ങണ്ട, തന്നെ ഇങ്ങോട്ട്. ഒന്നും പറ്റത്തില്ല. എന്താ മക്കളെ ഇത്? ഒന്നുമില്ല അച്ഛാ. എന്താ വഴക്കല്ലോ വന്നോ? ഏയ് വഴക്കൊന്നുമില്ല അച്ഛാ. അച്ഛൻ പോയിക്കോ. അല്ല ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ വന്നില്ലേ? അന്നാ ഇവിടെ ഇരുന്നോ അച്ഛാ, നമുക്ക് പോവാ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്നാ പിന്നെ നമുക്ക് അപ്പുറം പോയിരുന്ന് സംസാരിക്കാം അല്ലേ? ആ എന്നാ വരാം. അവിടെ എന്താ ഒരു കള്ള ലക്ഷണം? എനിക്ക് കള്ള ലക്ഷണമൊന്നുമില്ല. ലച്ചുരണ്ടല്ലോ കള്ള ലക്ഷണം. ഞങ്ങൾക്ക് ലക്ഷണമൊന്നുമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കള്ള ലക്ഷണം ഇല്ല അമ്മ, എനിക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. വലിച്ചൂടാ. എന്തോ ഉണ്ട്, ഞങ്ങൾ അറിയാൻ പാടില്ലാത്താണെങ്കിൽ പറയാം. നിങ്ങൾ കുറച്ചു നേരം വന്ന് കിടക്ക്. ഇത്രയും നേരം പറമ്പി പണിയെടുത്തല്ലയോ? അതാണ് ഭയങ്കര ക്ഷീണമുണ്ടോ അച്ഛൻ? എന്താ വെച്ചാ എങ്ങനെയാ ശരീരം ഒന്നും ശ്രദ്ധിക്കാത്ത? ചെല്ല്. എന്നെ കിടത്തണമെന്ന നിർബന്ധം എന്താ? കൗങ്ങേ കേരളേ കേരള എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? കേക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ. അച്ഛൻ കൗങ്ങ കേറിയോ? എന്ത് പറ അമ്മ? എന്നാലും എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ ബാലോചന കൊച്ചെ വിഷം കെട്ട് കാണിക്കല്ലേ കേട്ടോ. അമ്മ നോക്കിക്കോ, ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ ആ ലെറ്റർ വായിച്ചേപ്പിക്കും. ഓ പിന്നെ എന്നാ പിന്നെ പാറമട ഒരിക്കലും കാണില്ലല്ലോ ലച്ചു. ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി തന്നെ. ആ കത്ത് കയ്യിലുള്ളോണ്ടല്ലേ ഞങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നീലമ്മ ഇത് ആദ്യമായിട്ട് ബാലുച്ചിന് എഴുതി കത്തല്ലേ, അത് ബാലുച്ചിനത് വായിക്കട്ടെ. അതല്ല ബാലുച്ചൻ ഈ ലെറ്റർ വായിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞ് എന്നെ കളിയാക്കും. ഞാൻ ചെറിയൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കാം, അതും പൊളിയും. പ്ലീസ് നമ്മൾ മൂന്നുപേരല്ലാണ്ട് ഇത് ആരും അറിയണ്ട. നോക്കാം. ലച്ചു ആലോചിക്കാം. എന്നാ പോട്ടാ. ശരി. അമ്മ ഈ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച എല്ലാ കാര്യം അതേപോലെ നടക്കുവോ? അത് അങ്ങനെ ചോദിച്ചേ? ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടേ. പടയായിരുന്നു നാണം. എന്തായാലും കൊള്ളായിരുന്ന ലെറ്റർ. അവിടെ അങ്ങനെ കിടന്നാൽ മതിയായിരുന്നു. ഇവിടെ വന്ന് പുല്ലും പറിച്ച് വേറെ ഒരു പണിയില്ല. കുട്ടമ്പിള്ളേരെ ഒരു കാര്യം. ബാലേ ദേഷ്യ ദേഷ്യാണോന്ന് നിനക്ക് എത്ര കാര്യനോടി? ജോലിയൊക്കെ ചെയ്ത് തളർന്നു വന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടാ? കുറച്ച് വിഷം കലക്കിതാണ്. ഇത് കണ്ടാ ഈ തമാശയാണ്. തമാശയാണ്. ആ അത് പോട്ടെ, അത് വിട്. ബാലു, പണ്ടേ നിങ്ങളെ കയ്യോ കാലോ മുറിഞ്ഞാ നിങ്ങൾ കരയില്ലായിരുന്നു. പക്ഷെ എന്റെ കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടിയാൽ മതി, നിങ്ങളപ്പോ കരയുമായിരുന്നു. എന്തായിരുന്നു കാര്യം അത്? അന്ന് എന്റെ വിവരമല്ല. ഇപ്പഴാ? ഇപ്പഴും വിവരമല്ലടി. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ കാലൊന്നും മടങ്ങി പോടിയൊന്ന് തടയി തന്നത്. അതാണ് പറഞ്ഞ വിവരമില്ല എനിക്ക്. പക്ഷെ അതിന് കാര്യം പറയട്ടെ, കാല് തടയില്ലേ, നല്ല ആശ്വാസമുണ്ട്. ഇപ്പൊ വേറെ ഒട്ടുമില്ല എനിക്ക്. നിന്ന് കൊഞ്ചാടിയിട്ട് പാടി. അമ്മക്ക് നിധി കിട്ടിന്ന് പറഞ്ഞല്ല? ആര് പറഞ്ഞു? ദിയ ചേച്ചി പറഞ്ഞു. ദിയ പറഞ്ഞാ? ലച്ചു ചേച്ചി അളിയനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പൊ അമ്മക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയണ കേട്ടു. കാര്യം എന്താ ഞങ്ങൾക്ക് ക്ലിയർ ആയില്ല. ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മക്ക് എന്തോ വലിയ നിധി കിട്ടിയെന്ന്. ഇക്കണ്ട സ്വത്തുക്കളൊന്നും പോരാത്തോണ്ട് നിനക്ക് നിധിയും കിട്ടിയ? ഒരു നിധി കിട്ടി. ഈ സ്വത്തിനേക്കാളൊക്കെ വിലയിലൊരു നിധിയാ. കുട്ടമ്പള അച്ഛന്റെ പഴയ കോണ. അത് കിട്ടുമ്പോ കൊണ്ടുതരാൻ കേട്ടാ ചേട്ടന്. പറയണേ, എന്താ കിട്ടിയത്? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ തറവാട്ടിൽ ഒരുപാട് നിധിയുണ്ട് എനിക്കറിയാം. അവിടെ എവിടെ കുഴിച്ചിട്ടുണ്ട് നിന്റെ കാരണം, നിന്റെ അപ്പന്റെ കാരണവന്മാര് എല്ലാം കൂടെ. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കാണ് പറ, എന്താണ് കിട്ടിയത്? അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ടടി, തരണ്ട. നീ എവിടെ പൂർത്തി വെച്ചോ പിള്ളേരെ. എന്താ കാര്യം അറിയോ? അമ്മയ്ക്ക് മാത്രം നേരെ അറിയത്തുള്ളൂ. നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല പിള്ളേരെ? ഇല്ല, ഞങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ല. അമ്മക്ക് കിട്ടിയ നിധി എന്താന്ന് കണ്ടുപിടിക്കലാണ് ഇന്നത്തെ ഞങ്ങളുടെ പണി. അത് നീയൊക്കെ കണ്ടുപിടിക്കും. അതറിയാതെ ഇന്നൊരു സമാധാനം കിട്ടത്തില്ല. ഉറങ്ങാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഇപ്പൊ പറയാൻ മനസ്സില്ല എനിക്ക്. കണ്ടുപിടിക്കണേ കുട്ടമ്പളരാ മോളെ. നീ കണ്ടുപിടിക്കടാ മാധവൻ തമ്പിയുടെ മോനെ. ആ എന്താ ഇഷ്ടമില്ലേ നിനക്ക്? നിധി കിട്ടിയ ഭ്രാന്തായടാ. പാടാ
കിണിക്കുന്ന അവള് എന്താടേ എന്താടാ ഈ അപ്പൂപ്പാ ഞങ്ങൾക്കൊരാഗ്രഹം. ഇവിടുത്തെ പുഴയില്ലേ, ഞങ്ങൾക്കൊരു വള്ളത്തിൽ കയറി പുഴയുടെ അപ്പുറം പോകണം. നടക്കുവോ? നിങ്ങളുടെ ആഗ്രഹമല്ലേ, ഞാൻ നോക്കട്ടെ. ഇപ്പൊ കടത്തൊന്നും ഇല്ല. ഓഹോ, അപ്പൊ ഇവിടെ ഉള്ള എല്ലാം കൂടെ കടത്താൻ നോക്കുകയാണല്ലേ. അച്ഛേ ആ അങ്ങോട്ട് മാമാ, എന്താ എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്തോന്നാണ്? ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥല്ലേ? ഈ വീട്ടില്? അല്ല, ഞാൻ വീട്ടിലെ ഗൃഹനാഥല്ലേ? ഓ, അപ്പം ഈ കുടുംബത്തിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് അറിയണ്ടേ? ഇവൻ എന്ത് പറ്റും മോള്? എനിക്കറിയില്ല അച്ഛാ. എന്തോന്ന് ബാലു? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് മാമനോട് സംസാരിക്കാൻ. എടാ നീ എന്തോന്ന് വെച്ചാൽ കാര്യം തെളിച്ചു പറ. ആ കാര്യം ഞാൻ പറയാം. മാമ, ഇതൊരു പഴയ തറവാടല്ലേ? അതാണോ ഇപ്പൊ നിന്റെ പ്രശ്നം? അതല്ല ഞാൻ പറഞ്ഞ കേള്. പഴയ തറവാടാവുമ്പം കിണ്ടി, മൊന്ത, ചെമ്പുരുളി ഇതൊക്കെ പഴയ മാമന്റെ കാരണന്മാർ പല സ്ഥലങ്ങളിൽ കുഴിച്ചിടും. അത് കാലാകാലങ്ങളിൽ ഓരോന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാ അല്ല, കിട്ടിക്കഴിഞ്ഞല്ല ഇതൊക്കെ എനിക്കും കൂടെ അവകാശപ്പെട്ടല്ലേ? എടാ, ഇവിടെയുള്ള എല്ലാത്തിനും നിനക്ക് അവകാശമുണ്ട്. എല്ലാത്തിനും അവകാശമുണ്ട്. ഏക്കർ കണക്കിന് വന്നു. എന്നിട്ട് ഒരു റബ്ബർ തൈ വരെ എനിക്ക് തരാൻ തന്നിട്ടില്ല. അതേ, നിന്റെ അച്ഛനാ പറഞ്ഞത്, നീ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചിട്ട് ഷെയറൊക്കെ തന്നാ മതി. അച്ഛൻ അങ്ങനെ പറഞ്ഞ? അപ്പൊ എനിക്ക് നേരിട്ട് പോയി തമ്പി ഒന്ന് കാണണം. എന്തിനാടാ? എന്നിട്ട് കുറച്ച് ദിവസമായി ഒന്ന് കാണണം. അപ്പൊ നീ അങ്ങേര് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കും. എന്നിട്ട് നിധിയോ കിണ്ടിയോ സ്വർണോ എന്താണെന്ന് വെച്ചാ തരാം. പാനി, നീ വാ. ഇവനേ നിധിയൊക്കെ അന്വേഷിച്ച് നടക്കട്ടെ. വാ. ദാഗിരിയും കുട്ടത്തും കൂടെ പോണോ? കുട്ടമ്പള വിളിച്ചിരിക്കണ എന്താടാ, വിളിച്ചോ? ഇല്ല ഇല്ല, ഇവിടെ ഒന്നുമില്ല. ചേട്ടൻ നിധി അന്വേഷിച്ചിറങ്ങിയതാണോ? തന്നെ നിനക്ക് നിധി കിട്ടിയടി. ഇവിടുന്ന് വിലപ്പെട്ട എന്തോ നിനക്ക് കിട്ടി. അത് ഞാൻ അറിഞ്ഞു. കിട്ടി, എനിക്ക് നിധി തന്നെ കിട്ടി. ശരിക്കും നിധി കിട്ടിയ? നല്ല കരത്തിന് കിട്ടിയ? നല്ല കാനമുള്ള നിധിയാ കിട്ടിയത്. നീ കൂടുതൽ ഡയലോഗ് അടിക്കട്ടടി. നിനക്ക് നിധി കിട്ടിയ കാര്യം എവര് പറഞ്ഞു? ഇവര് പറഞ്ഞു. ശരിക്കും നിധി കിട്ടിയച്ചാ? പിന്നെ അതിൽ നിന്നൊരു തൈ പോലും ആർക്കും കൊടുക്കൂലെന്നാണ് അമ്മ പറഞ്ഞത്. ലച്ചു, എന്താ താങ്ങിയും കാണിക്കണ? എടി കുട്ടമ്പള മോളെ, ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് കിട്ടിയ നിധിയുടെ പകുതി തന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ കെട്ടു തൂക്കിച്ചാവും. മാധവൻ തമ്മിൽ വേണം പറഞ്ഞത്. വായിക്കോ. അവൻ പറയും പോലെ ചെയ്യണ മോനാണ്. കിട്ടിയതിൽ പകുതിയെങ്കിലും അവന് കൊടു. എന്റെ അണ്ണ ചുമ്മാ പറയുന്നതാന്നേ, ഒന്നും ചെയ്യാൻ പോണില്ല. എന്താ കിട്ടിയത്, അത് ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇതറിയുന്ന നമ്പർ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ ശരിക്കും കിട്ടിയ? പിന്നെ ശരിക്കും കിട്ടി. കുറച്ച് നാളത്തെ ആഗ്രഹം 5 പവന്റെ സ്വർണ്ണമാല കിട്ടിയാൽ കൊള്ളാം. 5 പവന്റെ ആക്കണ്ട, ഞാൻ ഒരു 10 പവന്റെ മേടിച്ചു തരാം. അമ്മ, എന്തിനാണ് കിട്ടിയത് നമ്മുടെ അടുത്തും കൂടെ പറ. നിനക്കൊക്കെ ഞാൻ തരാം, നീയൊക്കെയാണ് എല്ലാത്തിനും കാരണം. അല്ലമ്മ, എന്താ കിട്ടിയെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. എന്റെ കയ്യിൽ നിന്ന് കിട്ടാണ്ട് നോക്കിക്കോ, പോയിക്കോരണ്ടോ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് 2 എണ്ണം മേടിച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ വായി കാര്യം. ആറുവേ ശിവ വാ. ഏയ്, ഞാനും വരണടാ. നിനക്കൊക്കെ എന്തോ അസുഖ? അതെ, ഞങ്ങൾ സംസാരിക്കുന്ന കേശു ഒന്ന് കേട്ട്. കേശു കേട്ടാ? കറക്റ്റായിട്ട് കേട്ടില്ല. അവൻ ഞങ്ങളടുത്ത് വന്നിട്ട് എന്തോ ചോദിച്ചപ്പോ ഞങ്ങള് പെട്ടെന്ന് നിധി എന്ന് പറഞ്ഞു. അങ്ങനെ നീലിയമ്മയുടെ നിധി ഉണ്ടെന്നായി. അതെന്തായാലും നന്നായി. ഇവൻ ശരിയല്ല. ഇവൻ അറിഞ്ഞിട്ട് ഇവൻ അച്ഛനോട് പറയും. പിന്നെ അറിയാലോ എന്താ അവസ്ഥയെന്ന്. ഞങ്ങളായിട്ട് ആരോടൊന്നും പറയില്ല, അമ്മയായിട്ടൊന്നും പറയാതിരുന്നാ മതി. അയ്യോ, ഞാൻ പറയൊന്നുമില്ല. ആ ലെറ്റർ എവിടെ? പിന്നെ ഞാൻ ലെറ്റർ തരും നിനക്കൊക്കെ, നോക്കിയിരുന്നാ മതി. പാവോട് തരടണോ? കള്ളിയില്ല, ലെറ്റർ എഴുതിട്ട് ഇരിക്കേ. കൊച്ചു വീഴ ശ്രദ്ധിക്കടാ. മോളെ, എന്താച്ചാ ബാലനെവിടെ പോയത്? അറിയില്ലച്ചാ. നിധി കൊടുക്കാത്തോണ്ട് ഇനി അവൻ കടും കൈ വല്ലതും ചെയ്യാൻ പോയാ എന്തോ? കുറെ നേരമായിട്ടല്ലേ നിധി എന്ന് കേൾക്കുന്നു. ബാലനും കുറച്ച് മുമ്പ് പറഞ്ഞു നിധിയുടെ കാര്യം. എന്തോ മോള്? എനിക്കറിയില്ലച്ചാ. നിനക്കറിയില്ലേ? നീ അല്ലേ പറഞ്ഞു നിനക്ക് നിധി കിട്ടിയെന്ന്? അത് വെറുതെ തമാശക്ക് പറഞ്ഞാ. ആനേ, ഇവിടെ എന്തോ ചീഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അല്ല, അത് എനിക്കും തോന്നിയത് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ മാമ, എവിടെ പോയിരുന്നടാ? ഞാൻ ഒരു സ്ഥലം വരെ പോയിരുന്നു മാമ. ഇതൊന്ന് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കണം. എന്തുവാ മാമിയുടെ? വായിച്ചു നോക്കണേ.
എനിക്കില്ലേ? ഇല്ല ഇല്ല അമ്മയ്ക്കില്ല അമ്മയ്ക്കില്ല അമ്മയ്ക്കില്ല. എല്ലാവർക്കും എനിക്കില്ലാത്ത ഇതെല്ലാം നോക്കിക്കോണം കേട്ടാ. ഇതാ ഇതാ അവിടെ അവിടെ കൊടു അവിടെ കൊടു. ആ ഡേയ് ആ ഇതെന്തിനാ ആത്മഹത്യാ കുറിപ്പാ? ആത്മഹത്യ കുറിപ്പല്ല, ഇതാണ് ഞാൻ അന്വേഷിച്ചു നടന്ന നിധി. എന്റെ കേസ് ഷൂട്ട് എടുത്തു തന്നു. അലമാരക്കകത്ത് വെച്ചാ നമ്മള് കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചോ? ബാലു ഇങ്ങോട്ട് മാറി മാമാ. അത് മാമാ മാമ വായിക്കും മാമ. എന്റെ ബാലുവിന് മാമ വായിക്കണം. ഇന്ന് പല ബിംബങ്ങളും ഇവിടെ വീടുണ്ടായി. ആഹാ. മാമ വായിക്കും. വേണ്ട വായിക്കണ്ട, ഞാൻ വേണം വായിക്കാം. നീ വായിക്കട്ടെ. വായിക്കും മാമ. നീ ഒന്ന് സമാധാനിക്കുമോളെ, ഞാനത് വായിക്കട്ടെ. കത്തെഴുതാനൊന്നും എനിക്കറിയില്ല. ആദ്യമായി എഴുതുന്നത് കൊണ്ട് ശരിയാകുമോ എന്നും അറിയില്ല. പക്ഷേ ബാലുവിന് ഇങ്ങനെയൊരു കത്ത് എഴുതണമെന്നെന്റെ മനസ്സു പറയുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളാ നീലു ബാലുവിന് എഴുതിയ കത്ത്. ഇത് ഞാൻ മാത്രം അവിടെ പറയാൻ നടക്കുന്നില്ല പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലേ? അടുത്ത അടുത്ത ഇന്നലെ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ ഞാൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ബാലു എന്നും എന്റെ കൂടെ വേണമെന്ന്. അവളാണ് എന്റെ ഇപ്പൊ കുളിച്ചിരുത്തിയിരിക്കുന്നത്. ഇനി ബാക്കി ഞാൻ വായിക്കാം. അവിടെ നാളെ എനിക്കൊന്ന് കാണണമല്ലോ. അമ്മ വായിക്കണ്ട. ഇന്നലെ അച്ഛനും അമ്മയും ഇവിടെ വഴക്കിട്ടു. അതിനുശേഷം അവര് സ്നേഹിക്കുന്നത് കണ്ടപ്പോ നാണം കൊടുക്കാതെ അങ്ങോട്ട് വായിക്കണി. എനിക്കും ബാലുവിനോട് വഴക്കിടാനും അതിനുശേഷം ബാലു എന്നെ എങ്ങനെ സ്നേഹിക്കും എന്നറിയാനും മോഹം. അതൊരു വല്ലാത്ത മോഹമായി പോയല്ലോ എന്റെ മോളെ. ഞാൻ വായിക്കാം. വായിക്കണ്ട. ബാലു ബാലു അടുത്ത് വന്നാൽ തന്നെ എനിക്ക് സന്തോഷം. അയ്യ, ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പിന്നെ ബാലുവിൻ്റെ കൈ പിടിച്ച് ഈ പറമ്പായ പറമ്പിലൂടെയൊക്കെ നടക്കാനും മോഹം എന്ന് നീലു എൻ്റെ ബാലുവിന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കണ്ണും കൈയും കാലും മയക്കും എടുത്തെന്നല്ലേ. ഇപ്പൊ ആരാണ് മയക്കെടുത്തത്? ആരാണ് മയക്കെടുത്തത്? അത് പറ. ഉമ്മ എഴുതിയിട്ടില്ല, അത് ഞങ്ങൾ വായിച്ചതാ. അതിവിടെ ഉമ്മയില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. കാര്യങ്ങൾ മനസ്സിലായില്ല. ഞാനല്ല പറയണമെന്ന് മനസ്സിലായില്ല. വാ, എവിടെ? നീയല്ലേ എഴുതിയത് പറമ്പൊക്കെ ഓടി നടക്കാൻ കൊതിയെന്ന്. വാടി വാ. പറമ്പോക്കാൻ പോയതല്ല, കേൾക്കാൻ പോയതല്ല.